ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖർ, നമുക്ക് കേരളത്തിൽ ഒരു ഭരണമാറ്റത്തിൻ്റെ സൂചന കണ്ടു തുടങ്ങിയിരിക്കുകയാണ്. ഈ വടക്കേ ഇന്ത്യയിലൊക്കെ തന്നെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് BJP വലിയ നേട്ടം ഉണ്ടാകുമ്പോൾ അമിത്ഷായും നരേന്ദ്രമോദിയും പറയുന്ന ഒരു കാര്യമുണ്ട്, ഇനി ദക്ഷിണേന്ത്യയിലേക്കാണ്. അതിലെടുത്തു പറയുന്നത് കേരളമാണ്. ആ കേരളത്തിലേക്ക് ഇപ്പോൾ ഏതാണ്ട് കാര്യങ്ങൾ ഓരോ ചുവടുവെപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ ഒരു ആദ്യഘട്ടമെന്ന് തന്നെ പറയാം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. ഇതിലൂടെ ഇനിയിപ്പോൾ വലിയ ചലനങ്ങളായിരിക്കാം BJP കേരളത്തിൽ സൃഷ്ടിക്കാൻ പോകുന്നത്, അല്ലേ? ഉറപ്പായിട്ട് വലിയ ചലനം ഉണ്ടാവും. കാരണം ഈ കോർപ്പറേഷൻ്റെ വിജയം യാദൃച്ഛിക വിജയമല്ല. കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഇതിൻ്റെ പിന്നിൽ നിൽക്കുകയായിരുന്നു. അതിൻ്റെ സംഘാടകരായിട്ടുള്ള എല്ലാ ഘടകകക്ഷികളും സജീവമായിട്ട് പ്രവർത്തനത്തിലും അതിൻ്റെ വിലയിരുത്തലുകൾ നടന്നിട്ടുണ്ട്. ഈ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ഭരണത്തിൽ വരുമെന്ന് പറയാനും ഈ പ്രസ്ഥാനത്തിന് കഴിഞ്ഞു. അതൊരു തുടക്കം എന്ന നിലയിൽ ഇതാണെങ്കിൽ ഇവിടെ തന്നെ ഈ 4 മണ്ഡലം ഉൾപ്പെട്ടതാണ് നമ്മുടെ ഈ കോർപ്പറേഷൻ ഭരണം. അതെ, തിരുവനന്തപുരവും കഴക്കൂട്ടം വട്ടിയൂർക്കാവ് നേമം. അവിടുത്തെ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ്റെ വോട്ട് ഒന്നെടുത്ത് നോക്കണം. ഇപ്പോഴത്തെ വോട്ട് കൂട്ടി വയ്ക്കണം. അതായത് നിയമമണ്ഡലത്തിൽ 22-ൽ 17 സ്ഥലത്ത് BJP ആണ് ജയിച്ചത് ഈ നേമം നിയോജകമണ്ഡലത്തിൽ. അപ്പോൾ ഈ കോർപ്പറേഷനകത്ത് തന്നെ സുഖമായിട്ട് ജയിച്ചു വരാൻ പറ്റുന്ന 4 സീറ്റുണ്ട്. അപ്പം ഇതുപോലെ മറ്റ് സ്ഥലങ്ങളിൽ ഇപ്പോൾ കാട്ടാക്കട നിയോജകമണ്ഡലം, കാട്ടാക്കട വലിയ നോട്ടം ഇട്ടിരിക്കുന്ന ഒരു മണ്ഡലമാണ്. അതിനുള്ള വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ ജനങ്ങളുടെ ഇടയിൽ അങ്ങനെ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എനിക്ക് അവിടെ ഒരു സംശയമുള്ളത്, കൃഷ്ണദാസ് നല്ല മുന്നേറ്റമാണ്, പക്ഷേ IB സതീഷ് കാട്ടാക്കട മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് IB സതീഷിനെ തന്നെ അവർ 3ാം വട്ടവും ഇറക്കിയാൽ കടുത്ത മത്സരത്തിലേക്ക് പോകും. അല്ല, അവിടെ ജനങ്ങളുടെ മനസ്സ് മാറിപ്പോയി. ഇപ്പോൾ മാറനല്ലൂർ തന്നെ പഞ്ചായത്ത് ഭരണം പിടിച്ച്, പിന്നെ വിളവർക്കൽ കാട്ടാക്കട ഉള്ളതാണ് ഈ പഞ്ചായത്തുകളൊക്കെ. കാട്ടാക്കട തന്നെ 1 സീറ്റാണ് ഉണ്ടായിരുന്നത്, ഇപ്പം 4 സീറ്റ് കഴിഞ്ഞു. അപ്പം വാർഡ് തലത്തിൽ നോക്കുമ്പോൾ ഒരു കഠിനമായിട്ട് പറഞ്ഞ ആളുകളെ പ്രേരിപ്പിക്കേണ്ടിയില്ലേ? ഇപ്പം BJPക്ക് വോട്ടിടണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇടും എന്ന് പറയുന്ന ക്രൈസ്തവ കുടുംബങ്ങൾ കൂട്ടത്തോടെ, വിദ്യാർത്ഥികൾ, ഞങ്ങൾ തന്നെ കാമരാജ് കോൺഗ്രസിന് മേലാരിയോടെന്ന് പറയണം അറതല്ലൂർ പഞ്ചായത്തിൽ ഒരാളെ നിർത്തി, അജി. അയാൾ അവിടുത്തെ ലാത്തിൻ കത്തോലിക്ക ചർച്ചിലെ ഒരു ഭാരവാഹിയും കൂടിയാണ്. അവിടെ വളരെ കുറച്ച് ആളുകളെ BJPക്കാരായിട്ടുള്ളൂ. വർഷങ്ങൾ കൊണ്ട് ഞാൻ ഈ പ്രവർത്തനത്തിൽ ഉള്ളതുകൊണ്ട് ഒരു 60-70 പേരേ ഉള്ളൂ. ബാക്കി മുഴുവനും ക്രൈസ്തവരാണ്. CSIയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സഭകളോ, മലങ്കര 3 ചർച്ചാണുള്ളത്. പക്ഷെ അവിടെ വിജയം കിട്ടിയത് ഈ അജിക്കാണ്. ആ വീടുകളിൽ ഞാനും കുറച്ച് വീടുകളൊക്കെ കയറിയപ്പോൾ അവർ പറഞ്ഞത്, ഞങ്ങൾക്ക് അങ്ങനെ ഒരു അലർജിയില്ല, എൻഡി വരട്ട് എല്ലാവരുടെ മാറ്റം ഞങ്ങൾ കാണുന്നല്ലോ, ഇവരതും കൂടി ഇനി കാണാറുണ്ട്. അവർ വന്ന സ്ഥലങ്ങളിലെല്ലാം മാറ്റം വരുന്നു. അപ്പോൾ ഇവിടെ അത് കാണണമെന്ന് പറഞ്ഞ് ഇപ്പോൾ അത് ഉദാഹരണം അതല്ലേ. അവിടുത്തെ വോട്ടിങ്ങിൽ 85% ക്രൈസ്തവർ. അവിടെ തന്നെ ആ ബ്ലോക്ക് നമുക്ക് കിട്ടി. അപ്പം ഞാൻ പറയുന്നത്, അതുപോലെ തന്നെ കാഞ്ഞിരംകുളം ജില്ലാ ഡിവിഷൻ, കാഞ്ഞിരംകുളത്ത് അറിയാമല്ലോ, അവിടെയൊക്കെ അറിയുമായിരിക്കുമല്ലോ. അല്ല, ഈ തെക്കൻ തിരുവിതാംകൂറിലേക്ക് വരുമ്പോൾ ഈ നമുക്കറിയാം ക്രിസ്ത്യൻ നാടാർ അല്ലേ, ഹിന്ദു നാടാറുണ്ട്. ഇവരുടെ വോട്ട് പലപ്പോഴും കിട്ടാൻ പ്രയാസമാണ് എന്ന്. കാരണം അവർ പ്രത്യേകിച്ച് അത് വളരെ ഒരു ജാതി സ്പിരിറ്റ് തന്നെ വെച്ച് പുലർത്തുമായിരുന്നു ഒരു കാലത്ത്. നമുക്കറിയാം, പണ്ട് നീലലോഹിതദാസൻ നാടാർ പാർലമെന്റിലേക്ക് മത്സരിക്കുമ്പോൾ ഈ കാഞ്ഞിരംകുളം, നെയ്യാറ്റിൻകര, ബാലരാമപുരം ഭാഗത്ത് ചോരെഴുത്ത് നീലലോഹിതദാസൻ നാടാരെ വിജയിപ്പിക്കുക, തിരുവനന്തപുരത്ത് നീലലോഹിതദാസനെ വിജയിപ്പിക്കുക എന്നുള്ളതാണ് കണ്ടിരുന്നത്. അല്ല, അതെ, അങ്ങനെ ഒരു വികാരം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ വരുന്ന അടുത്ത തലമുറ വിദ്യാർത്ഥികൾ, പഠിക്കുന്നവർ, ഉദ്യോഗമുള്ളവരുടെയൊക്കെ ഇടയിൽ ഈ കേന്ദ്രത്തിൽ ഇപ്പോൾ 10 വർഷം ഭരണത്തിൽ വന്നപ്പോൾ ഉണ്ടായ മാറ്റങ്ങൾ കീഴെ വരുന്ന വാർഡുകാരനും ഗുണം വരുന്നില്ലേ? ഇതൊരു ചിന്താഗതിയാണ്. അതേ സമയത്ത് മുമ്പ് ഭരിച്ചിരുന്ന കോൺഗ്രസിൻ്റെ ആളുകളെല്ലാം പല കേസുകളിലും പ്രതിയായി. ഭരിച്ചിരുന്ന സമയത്ത് കൊള്ളയടിച്ചവരാണ് കോൺഗ്രസ്സുകാർ. പക്ഷേ ഒരു മന്ത്രിക്കെതിരെ പോലും കേന്ദ്രത്തിൽ പറയാനില്ലല്ലോ. ഒരു സേവനം പോലെ പ്രവർത്തിക്കുന്ന മന്ത്രിമാരാണ് കേന്ദ്രത്തിൽ ഇരിക്കുന്നത്. ഇത് ഇന്ന് വീട്ടിലിരിക്കുക, അടുക്കളയിരുന്ന് ചാനൽ കാണുന്ന ആളുകളാണ് നമ്മുടെ സ്ത്രീകൾ. ഞങ്ങൾ ഈ ഇലക്ഷൻ വർക്കിന് പല സ്ഥലത്തും പോയി, തനി അച്ഛന്മാരെയൊക്കെ കണ്ട സമയത്തും എന്തിനു നമ്മളവരെ മാറ്റപ്പെടുത്തണം? ഗോവയിൽ 90-95% ക്രൈസ്തവരല്ലേ? അവരെന്ത്
ഈ NDA ക്വാർട്ടറിൽ, മണിപ്പൂർ ആവട്ടെ, നാഗാലാൻഡ് ആവട്ടെ. അപ്പോൾ ഇവിടുത്തെ ക്രൈസ്തവർ ഒരു ജാതി വികാരം ഉണ്ടായിരുന്നു. ഈ പറഞ്ഞത് നീലൻ എന്ന് പറഞ്ഞൊരു വികാരം ഉണ്ടായിരുന്നു ചില സ്ഥലങ്ങളിൽ അങ്ങനെയൊക്കെ. ആ വികാരമൊക്കെ ഇപ്പോൾ അത് നേരത്തെ ചാൾസ് അതെ ഓർമ്മ ഉണ്ടാവും, 3-4 തവണയോ അത് അദ്ദേഹം CSI എന്ന് പറഞ്ഞ 10-600 പള്ളിയുണ്ട്, 3 തവണ ജയിച്ചു. 3 തവണ. ഒരിക്കൽ ONP ഗ്രൂപ്പിനെയാണ് പരാജയം. അത് തന്നെ, അത് അങ്ങനെ ആയിരുന്നു. ഇദ്ദേഹത്തിനെ കരുണാകരൻ സാറ് വിളിച്ച് ജോലി രാജിവെപ്പിച്ച് നിർത്തിയതാണ്. കാര്യം ഒരു 10-600 സഭയുള്ള CSIയിൽ അവരുടെ വോട്ടുകൾ കിട്ടുകയും ചെയ്തു. പക്ഷെ അപ്പോഴ് ഈ BJPക്ക് നമുക്ക് ഇങ്ങനെ ചെയ്തു തരാം, അങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാക്കാമെന്ന് പറയാനില്ലല്ലോ. ചാൾസ് അപ്പോഴും ജയിക്കാൻ കാര്യം. പക്ഷെ ഇപ്പൊ രാജീവ് ചന്ദ്രശേഖർ നിന്നപ്പോഴോ 2000 വോട്ട് കൂടി കിട്ടിയെങ്കിൽ ജയിക്കില്ലായിരുന്നോ? അല്ല, രാജീവ് ചന്ദ്രശേഖരന്റെ പരാജയം അവിടെയാണ് ഉണ്ടായിട്ടുള്ളത്. തീരദേശ മേഖലകളിൽ നമുക്കറിയാം, ബാക്കിയെല്ലാം നഗര കേന്ദ്രീകൃതം മുഴുവൻ രാജീവ് ചന്ദ്രശേഖരന് അനുകൂലമായി നിന്നപ്പോൾ ഈ ഭാഗത്ത് വോട്ടെണ്ണിയപ്പോഴാണ് ഏതാണ്ട് 15000 വോട്ടിനെ പരാജയപ്പെട്ടിട്ടുള്ളൂ. അവിടെയാണ് മുഴുവൻ പോയത്. നെയ്യാറ്റിൻകര. അതിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. സ്വാഭാവികമായിട്ട് രാജീവ് ചന്ദ്രശേഖർ വന്ന് ഇറങ്ങി അങ്ങനെ ഒരു ഗ്രൗണ്ട് റിയാലിറ്റി പഠിച്ചില്ല. ശരി. അല്ലാതെ തന്നെ അവരെ നയിച്ചവർക്കും കുറേ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. ഞങ്ങളൊക്കെ വർക്കിലുണ്ടായിരുന്നതാണ്. കുറച്ച് കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ട മേഖല ഉണ്ടായിരുന്നു. അത് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഉറപ്പായിട്ട് രാജീവ് ചന്ദ്രശേഖർ ജയിച്ചു വരുമായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, അമരവിള, ഇരുമ്പിൽ ഒരിക്കൽ 10 വോട്ട് പോലും ബൂത്തിൽ വീഴാത്ത സ്ഥലങ്ങളിൽ രാജീവ് ചന്ദ്രശേഖരന് വോട്ട് വീഴ്ന്നിട്ടുണ്ട്. എല്ലാ കാലവും കൈ കണ്ടാൽ വോട്ട് ചെയ്യുന്ന നാടാർ സമുദായം മാറ്റി ചിന്തിച്ചു. ഒരു ഉദാഹരണത്തിന് പാറശാല കഴിഞ്ഞ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ താമരയില് MLA എല്ലാം നാടാരാണ്. അതുപോലെ തന്നെ പൊൻരാധാകൃഷ്ണൻ നാടാരാണ്, ഗവർണറായ ഒരു നാടാരാണ്. പാറശാല കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ അങ്ങനെ തിരിച്ച് ചിന്തിക്കാൻ കാര്യമെന്ത്? കോൺഗ്രസ്സുകാർ പറഞ്ഞു പറ്റിക്കും, കൈ അത് തരും ഇത് തരും. ഈ ഇല്ലാത്ത ഓഫറെല്ലാം കൊടുക്കുന്ന ഏക പ്രസ്ഥാനം കോൺഗ്രസ്സാണ്. ഞങ്ങളെയും പറ്റിച്ചിട്ടുണ്ടല്ലോ. ഉമ്മൻചാണ്ടിക്ക് ഇരിക്കുമ്പോൾ 10-15 കത്തെഴുതി നമുക്ക് തന്നിട്ടില്ലേ? ഞങ്ങൾ ഓരോട്ടും തന്നിട്ടുണ്ട്, അവർ ജയിപ്പിച്ചിട്ടുണ്ട്. അല്ല, രാജീവ് ചന്ദ്രശേഖർ ഒരുപക്ഷെ 2 മാസത്തിന് മുമ്പേ തന്നെ ഇറങ്ങിയിരുന്നുവെങ്കിൽ കൂടുതലായിട്ട്. അല്ല, എല്ലാ ഘടനകളും അദ്ദേഹത്തിന് രാജീവ് ചന്ദ്രശേഖർ വരുമ്പോഴേ തന്നെ ആളുകളുടെ മനസ്സിലെന്ത്, അദ്ദേഹം ഏറ്റവും വലിയ ഒരു ബിസിനസ്സുകാരെ എല്ലാ കാര്യം, അദ്ദേഹത്തിന് ഇതിൽ നിന്നൊന്നും നേടാനില്ലല്ലോ. അത് തന്നെ ഒരു മുഖമുദ്രയല്ലേ? അദ്ദേഹത്തിന് ഇതിൽ നിന്നൊന്നും നേടാനില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഇത്തിരിയും തിരക്കുള്ള മനുഷ്യന് 1 മിനിറ്റ് അദ്ദേഹം പാഴാക്കുന്നില്ലല്ലോ. ഈ കോർപ്പറേഷനിലെ ഏത് വാർഡിലെ കാര്യം ചോദിച്ചാലും അവിടെ എത്ര ആളുണ്ട്, അദ്ദേഹത്തിൻ്റെ കമ്പ്യൂട്ടറിലെല്ലാം ഉണ്ട്. വാർഡുകളിലും അദ്ദേഹം ഓടിയെത്തി. അല്ലെങ്കിൽ വാർഡ് അദ്ദേഹത്തിൻ്റെ മേശപ്പുറത്തിരിക്കുന്ന കമ്പ്യൂട്ടറിൽ ക്ലീൻ ചിറ്റ് ഉണ്ട്. അപ്പോൾ ഒരു നല്ല ഈ അദ്ദേഹം പറയുന്നത് വളരെ നിസ്സാരമായിട്ട് നമുക്ക് ഈ കേരളം പിടിച്ചെടുക്കാൻ പറ്റും. അതിനുള്ള സീറ്റുകൾ A ക്ലാസ് B ക്ലാസ് ഇങ്ങനെ തയ്യാറാക്കി ആളുകൾ വരെ ഏകദേശം ആയിട്ടുണ്ട്. ഏകദേശം ജനുവരിയിൽ തന്നെ അദ്ദേഹത്തിന് ഇവിടുത്തെ കേരളത്തിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിയും. പണ്ടത് കഴിയില്ലല്ലോ. അപ്പോൾ ഇനിയായിരിക്കും പൊരിഞ്ഞ അംഗം നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. നല്ല അംഗമായിരിക്കും. നല്ല അംഗം എന്ന് വെച്ചാൽ പലരുടെയും കയ്യിൽ കുത്തകയായിരിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് പിടിച്ചെടുക്കേണ്ടതാണല്ലോ. ഇപ്പം നിയമമൊന്നും വലിയ പിടിച്ചെടുക്കേണ്ടിയില്ല. നിയമത്ത് ഇപ്പം അദ്ദേഹം തന്നെ മത്സരിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അവിടെ ഒരു സീറ്റ് ഇപ്പോഴും ടിക്ക് ചെയ്യാം. കഴക്കൂട്ടത്ത് വട്ടിയൂർക്കാവ് കഴക്കൂട്ടം മുരളീധരൻ സെൻട്രൽ LDFും BJPയും ഒപ്പത്തിനൊപ്പമാണ് നിൽക്കുന്നത്. വാർഡുകളിലെ സ്ഥിതിയാണ്. അതൊക്കെ ഈ സ്ഥാനാർത്ഥിയും കൂടി ഡിപ്പെൻഡ് ചെയ്ത് കുറച്ച് വരുമല്ലോ വാർഡിലൊക്കെ എന്ന് പറയുമ്പോൾ. തനി രാഷ്ട്രീയമല്ല വാർഡിൽ വരണം. പക്ഷെ അസംബ്ലിയിൽ അത് മാറും. പാർലമെൻറ്റിലുള്ളതുപോലെ ഒരു മാറ്റം ഉണ്ടാവും. പിന്നെ ഒരു നിസ്സാരമല്ല ഒരു ഇലക്ഷനെ നേരിടാൻ വേണ്ടിയിട്ട് അത് രാജീവ് ചന്ദ്രശേഖർ മാത്രമല്ല, കേന്ദ്രത്തിൽ നിന്ന് ഒരു പ്രത്യേക ശ്രദ്ധയുണ്ട്. അമിത്ഷാ 5 വർഷം മുമ്പേ വന്ന് പ്രസംഗിച്ചതാണ് ഇപ്പം നടന്നത്. കോർപ്പറേഷൻ പിടിക്കുന്ന 5 വർഷത്തിന് മുമ്പേ അദ്ദേഹം വന്ന് ഇവിടെ തിരുവനന്തപുരത്ത് തന്നെ പ്രസംഗിച്ചു. ആദ്യം കോർപ്പറേഷൻ പിടിക്കുന്നത് അത് തന്നെ നടന്നു. അപ്പോൾ ഇനി നമുക്ക് വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കാം അല്ലേ? ഉറപ്പായിട്ട് അടുത്തൊരു നല്ല കാലം വരുന്നു. അതിൽ സന്തോഷം. നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.